ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ, ഇങ്ങോട്ട് അടിച്ചമർത്തിയവരെ, ഇങ്ങോട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയവരെ, ഇങ്ങോട്ട് ആക്രമിച്ചവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരോട് എങ്ങനെ പ്രതികരിക്കണം? നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും തിരിച്ച് അതേ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ്. ഇങ്ങോട്ട് ഉപദ്രവിച്ചതുപോലെ തിരിച്ചുപദ്രവിക്കുക, ഇങ്ങോട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതുപോലെ തിരിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങോട്ട് അടിച്ചമർത്തിയതുപോലെ തിരിച്ച് അടിച്ചമർത്തുക, ഇങ്ങോട്ട് ആക്രമിച്ചതുപോലെ തിരിച്ച് ആക്രമിക്കുക. എന്നാൽ ഈ സാമ്പ്രദായിക രീതിക്ക് ഒരു വ്യത്യാസം വരുത്തിയത്, വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയത് മഹാത്മാഗാന്ധി തൻ്റെ അഹിംസാ സിദ്ധാന്തത്തിലൂടെയാണ്. അദ്ദേഹം ഇങ്ങോട്ട് എത്ര ഉപദ്രവിച്ചാലും ആക്രമിച്ചാലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും അടിച്ചമർത്തിയാലും തിരിച്ച് അതേ നാണയത്തിൽ ഒരിക്കലും പ്രതികരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തു. അദ്ദേഹം അത് നടപ്പിലാക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഒരു തുള്ളി ചോര പോലും ചിന്താതെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഗാന്ധിജിയുടെ ഈ അഹിംസാ സിദ്ധാന്തത്തിന് ഒരുപക്ഷെ ഗാന്ധിജി പോലും ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ ഭാഷ്യങ്ങൾ രചിക്കുകയാണ് ജന്തർ മന്തർ സമരത്തിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടി ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥിനികളെ അതിക്രൂരമായി തല്ലിച്ചതക്കുകയും ലാത്തിചാർജ് ചെയ്യുകയും പെല്ലറ്റുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത പോലീസുകാരെ അവർക്ക് റോസാപ്പൂക്കൾ നൽകി സ്വീകരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനികൾ ചെയ്തത്. ആ പോലീസുകാർക്ക് ഭക്ഷണപ്പൊതികളും വെള്ളക്കുപ്പികളും ഗിഫ്റ്റ് പാക്കറ്റുകളുമൊക്കെ കൊടുക്കുക, അവരോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് അത് വൈറലാക്കുക. അങ്ങനെ ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിച്ചവരെ തിരിച്ച് സ്നേഹിക്കുക എന്ന് മാത്രമല്ല, ഇവർ പിന്നെയും മുൻപോട്ട് പോകുകയാണ്. CJPയുടെ സ്ഥാപക നേതാവ് ദീപ് കെ പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചത് വളരെ നന്നായി, അതിന് നന്ദി. കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവയ്പ്പിക്കാൻ കഴിഞ്ഞത് എന്നാണ്. മാത്രമല്ല, CJP സമരത്തെ ഇകഴ്ത്തിക്കാട്ടാനും പരിഹസിക്കാനും അത് ഒട്ടും തന്നെ പ്രയോജനമുണ്ടാക്കില്ല എന്നൊക്കെ പറയാനും അതിനെ വിമർശിക്കാനുമൊക്കെ മുതിർന്നവർക്ക് അവർ നന്ദി പറയുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് കൂടുതൽ മെച്ചപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. ഈ ജൻസി കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇതിൻ്റെ അണുരണനങ്ങൾ മന്ദിരങ്ങളിലേക്കും MLA മന്ദിരങ്ങളിലേക്കും വരെ വ്യാപിച്ചിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ സ്വന്തം നാടായ ഒഡീഷയിലെ ഭുവനേശ്വർ MP അപരാജിത സാരംഗിയുടെ മകള് അർപ്പിത സച്ചിൻ റഹാർ ധർമ്മേന്ദ്ര പ്രധാന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആഘോഷിക്കുകയാണ് ചെയ്തത് ഒരു പോസ്റ്റിലൂടെ. ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട അവരുടെ അമ്മയോട് അവര് മറുപടിയായിട്ട് ഒരു പുതിയ പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. പ്രധാന്റെ PA എൻ്റെ ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ ഞാനിത് കാര്യമാക്കുന്നില്ല, ഞാനിതാ പുതിയ പോസ്റ്റ് ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലെ തന്നെ ആസാമിൽ മന്ത്രി കേശവ് മഹന്തയുടെ മകളും ഈ സമരത്തിൽ പങ്കുചേർന്നതിൻ്റെ വീഡിയോകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ജൻസി തരംഗം രാജ്യത്ത് ഉദിച്ചുയർന്നിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലെ അക്രമാസക്തമായ വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഒരു അപവാദമായിട്ട് ഡൽഹി ജന്തർ മന്ദറിലെ ഈ സമരം എപ്പോഴും നിലനിൽക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.
നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.